ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ ഈ പുഴയും കടന്നിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ജയപാലിനെയും അതുപോലെ തന്നെ രാഗിണിനെയാണ്. അപ്പോൾ ജയപാല കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആരോ വിളിച്ചിങ്ങനെ സംസാരിക്കുകയാണ്. അല്ലെങ്കിൽ ഇന്ന് വരെ പുഷ്പവാടി കണ്ടിട്ടില്ലാത്ത സൈസ് കല്യാണമായിരിക്കണം എൻ്റെ മകളുടെ നടക്കേണ്ടത്. പുഷ്പവാടിക്കാർ ആരുവേ ഉറങ്ങാൻ പോലും പാടില്ല, മനസ്സിലാവുന്നുണ്ടോ? കാർണിവൽ ആയിരിക്കണം, കാർണിവൽ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ഇതും കേട്ട് രാഗിണി അടുത്തിപ്പോണ്ട്, എടാ നീ ആരോടാണ് ഈ പരിസരയുടെ കഴക്കൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇതേ ഞാൻ വിയർപ്പൊഴുക്കുണ്ടാക്കിയ എന്റെ പണവാ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇയാളിങ്ങനെ ഉറപ്പിക്കും, പിന്നെ എൻ്റെ ഒറ്റ മോളുടെ കല്യാണമാ, നിനക്കറിയാലോ തനിക്ക്, അവക്ക് വേണ്ടിയിട്ട് എല്ലാ പണവും പോകുന്നെങ്കിൽ ഞാൻ പോകട്ടെ എന്ന് വെക്കുന്നേ. എന്നോട് ആരടാ ചോദിക്കുന്നത്? ഇപ്പം രാഗിണിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ ശരി ശരി എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പൈസയുടെ കണക്ക് പറയാൻ വന്നിരിക്കുന്ന എന്നോട്, അതും ഈ ജയപാലിന്റെ അടുത്തേ, ഒന്ന് ഓർത്ത് നോക്കിക്കേ. അപ്പൊ ഈ സമയത്താണ് നമ്മുടെ കാവേരി അങ്ങോട്ടേക്ക് വന്നത്. ഇതെല്ലാം കേട്ടിട്ട് കാവേരിക്ക് വീട്ടിലിരിക്കാനേ പറ്റിയില്ല. നേരെ നമ്മുടെ ജയപാലിന്റെ അടുത്തേക്ക് തന്നെയാണ് വന്നത്. അപ്പൊ കയറി വന്ന് നോക്കുകയാണ് കേട്ടോ. ഇത് സഹിക്കുന്നില്ല. ജയപാല തൻ്റെ അച്ഛൻ്റെ പണം കൊണ്ടാണല്ലോ ഫുൾ ഉണ്ടാക്കിയത്, എന്നിട്ട് ഞെളിഞ്ഞ് ജീവിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ കാവേരിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് അവസ്ഥയിലാണ് കാവേരി. അപ്പൊ ആളങ്ങോട്ടേക്ക് ഇറങ്ങി, എന്നിട്ട് ഹെൽമെറ്റ് ഊരി വെച്ചു. വണ്ടിയുടെ ഇതിൽ നിന്ന് ഒരു സ്ക്രൂ ഡ്രൈവർ ഇങ്ങോട്ടേക്ക് എടുത്തു കേട്ടോ, വലിയ തുറണം. എന്നിട്ട് അതും കയ്യിൽ പിടിച്ചാണ് നേരെ ചെല്ലുന്നത്. അപ്പൊ അവിടെ ഇരുന്നിട്ട് പ്രവീണ എന്ന് വിളിക്കുകയാണ് നമ്മുടെ ജയപാലൻ. അമ്മ രാവിലെ കൊച്ചിക്ക് പോയ കാര്യം അച്ഛൻ മറന്നോ? അത് ശരിയാ, ഞാൻ ആ കാര്യം മറന്നുപോയി. അല്ലടി, അവളിപ്പോ കൊച്ചി വരെ പോയി നേരിട്ട് ചെന്ന് വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അല്ല, അതിനു വേണ്ടി എസ്കോട്ട് പോകാനായിട്ട് നിന്റെ അനിയൻ വിശാലും ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ എടുക്കാൻ ആരുമില്ല. അമ്മയുടെ സ്വന്തം വീട്ടുകാരല്ലേ, അച്ഛൻ എന്താ ഇപ്പൊ വേണ്ടത്, ഞാൻ തന്നെ എടുത്തു തരാം എന്ന് പറഞ്ഞു. ഡാ എന്നൊരു വിളി അന്നേരം. അപ്പൊ ദേണ്ട ചാവുട്ടി തുറന്നാണ് നമ്മുടെ കാവേരി അങ്ങോട്ടേക്ക് വരുന്നത്. ഇവര് ഞെട്ടിത്തരിച്ചു പോയി അവളുടെ വരവ് കണ്ടിട്ടോ. അപ്പൊ ഇവരും നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എടാ നിന്നെ ഞാനുണ്ടല്ലോടാ എന്ന് പറഞ്ഞു ഓടി വന്ന ജയപാലിന്റെ കുത്തിന് കയറി പിടിക്കുകയാണ് ചെയ്തത്. എന്തുവാടി എന്ന് ചോദിച്ചപ്പോ, കൊല്ലുവിടാ നിന്നെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരെ കാവേരി കയറി വരുന്നത്. ഡി എന്ന് പറഞ്ഞുകൊണ്ട് അവളെ തള്ളാൻ നോക്കിയപ്പോഴത്തേനും നേരെ നമ്മുടെ രാഗിണി കയറി പിടിച്ചു. രാഗിണി പിടിച്ച ഒരൊറ്റ തള്ളം വെച്ചു കൊടുത്തു, മാറടി എന്നുള്ള മട്ടില്. അപ്പം ജയപാൽ ഇങ്ങനെ കൈ ഇടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ ഓങ്ങി, ഒന്നും നോക്കിയില്ല. നമ്മുടെ കാവേരിയും നേരെ കൈ വെച്ച് ഇടിക്കാനായിട്ട് മുഖത്തിന് നേരെ ഇങ്ങനെ ഓങ്ങി അങ്ങ് പിടിച്ചു കിട്ടാം. അപ്പൊ ജയപാൽ അവിടെ നിർത്തി, നീ എന്തുവാടി കാണിക്കുന്നത്? തനിക്ക് ഞങ്ങളൊക്കെ വെറും പുൽക്കൊടികളാണല്ലോടോ എന്ന് ചോദിച്ചോ. അതെ, ഞങ്ങളെയൊക്കെ എങ്ങനെ വേണേ പറ്റിക്കാന്നും കൊന്നു തള്ളാമെന്നും വിചാരിച്ചു അല്ലേ നീ? അതേടി അതെ എന്ന് പറഞ്ഞു രാഗിണിയും. അതെ, ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്നെ തല്ലിക്കൊന്ന് കുഴിച്ചിടാൻ എനിക്ക് കഴിയും, കാണോ നിനക്ക്? കാണിക്കടാ, എന്നാ താനൊന്ന് കാണിക്കടാ എന്ന് പറഞ്ഞു. ഛേ, എന്ത് കഷ്ടാണെന്ന് നോക്കണേ, നീ ഒരു പെണ്ണായി പോയി. ഇപ്പോഴേ കൈ വെച്ച കേസ് വേറെയായി പോകും. അതുകൊണ്ട് മാത്രമാ ഞാനിപ്പോ നട്ടല് നിവർത്തി നീ ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നത്. ഒന്ന് പോടാ, ഇതിനൊക്കെ ഞാൻ കൈകാര്യം ചെയ്യാച്ച എന്ന് പറഞ്ഞു കേട്ടോ. ഡേ എന്ന് പറഞ്ഞ കയ്യിലിരുന്ന സ്ക്രൂ ഡ്രൈവർ എടുത്ത് നേരെ ജയപാലിന്റെ കഴുത്തിന് നേരെ കുത്തി പിടിച്ച പോലെ അങ്ങ് പിടിച്ചു. ഒന്ന് വരണ്ടു പോയിട്ടോ. രണ്ടും അനങ്ങാതെ അവിടെ നിൽക്കുകയാണ്. ഡോ, താൻ പേടിക്കണ്ട, തന്നെ കൊല്ലില്ല ഞാൻ. തന്നെ കൊന്നിട്ട് ഞാൻ എന്തിനാ വെറുതെ ജയിലിൽ പോയി കിടക്കുന്നത് എന്നിങ്ങനെ കാവേരി ചോദിക്കുകയാണ്. എന്റെ അച്ഛനിൽ നിന്ന് തട്ടിയെടുത്ത ആ കാശ് അത് താൻ എന്റെ കാൽ കീഴെ കൊണ്ടുവയ്ക്കാൻ താൻ ഉണ്ടാവണം. എന്തുവടി, നീ വല്ല വഴിപാടും നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഓരോ 3 മാസം കൂടുമ്പോഴും ഇത് എന്റെ അടുത്ത് വന്നത് നീ ഇങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അല്ല, അതുകൊണ്ട് ചോദിച്ചതാ. നീ ഒരു 3 മാസം മുൻപ് ഇതേ കാര്യത്തിന് നീ എന്നെ വെല്ലുവിളിച്ചിട്ട് ഇവിടെ നിന്ന് പോയതല്ലേ? അപ്പൊ പറഞ്ഞതുപോലെ ഒന്നും അല്ലടോ ഇപ്പൊ ഇത് നടന്നിരിക്കും ഉറപ്പായിട്ടോ. താൻ എൻ്റെ അച്ഛന്റെ പണം മാത്രം തട്ടിയെടുത്തു എന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായടോ, എൻ്റെ അച്ഛന്റെ ജീവനും കൂടി നീ എടുത്തു എന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത് എന്ന് പറഞ്ഞു കാവേരി. പിന്നെ തന്നെ ഞാനങ്ങ് ചുമ്മാ വിടുമെന്ന് വിചാരിച്ചോ ഈ കാവേരി? കൊള്ളാലോടി, നിന്റെ അച്ഛൻ മരിച്ചത് ഹാർട്ട് അറ്റാക്ക് വന്നല്ലേ, അതൊക്കെ നീ എൻ്റെ അച്ഛന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുവാണോ എന്ന് ചോദിച്ച രാഗിണി. അതെ, അല്ലെങ്കിൽ അല്ല എന്ന് പറയാൻ നിന്റെ അച്ഛന്റെ നാവെന്താ ഇറങ്ങിപ്പോയോ, പാതാളത്തിലേക്ക് പോയോ എന്നിങ്ങനെ ചോദിച്ചോ. നീ മാത്രമേ വെറുതെ കടന്ന് കുരയ്ക്കുന്നുള്ളല്ലോ, എന്താ ഒന്നും മിണ്ടാത്തതാ? നോക്കിക്കോ, 3 ദിവസം ആദ്യത്തിനുള്ളിൽ പണം തന്നെ കൊണ്ട് ഞാൻ വപ്പിച്ചിരിക്കും ഞാൻ. ദേ നമുക്ക് കാണാം എന്തുമാത്രം ഫ്രോഡാണെന്ന് തനിക്ക് തന്നെ താനെന്ന് തനിക്ക് മനസ്സിലാവാം. ചതിയും വഞ്ചകനുമായ തന്നോട് ഈ മകൾക്ക് ഇത്രയും സ്നേഹമുണ്ട് എങ്കിൽ കുടുംബം ശ്രീകോവിലായിരുന്ന എൻ്റെ അച്ഛൻ നേർവഴി വിട്ട് ജീവിക്കാത്ത എൻ്റെ അച്ഛനോട്
എനിക്ക് എന്തുമാത്രം സ്നേഹം ഉണ്ടാവുന്ന താൻ ചിന്തിച്ചിട്ടുണ്ടോടോ? എങ്കിൽ കേട്ടോ, എൻ്റെ അച്ഛൻ്റെ ജീവന്റെ കടം അത് ഞാൻ തന്നോട് ചോദിച്ചിരിക്കും എന്നുള്ള കാര്യത്തില് തനിക്ക് ഒരു സംശയവും വേണ്ട ജയബാല. ചോദിച്ചിരിക്കും ഈ കാവേരിക്ക് ജീവനുണ്ടെങ്കിൽ ഓർത്തു വെച്ചോ, 3 ദിവസം 3 ദിവസത്തിനുള്ളിൽ തൻ്റെ കൊട്ടയും പടവും ഞാൻ മടക്കും എന്ന് പറഞ്ഞ് ഈ സ്കൂട്ടർ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് നേരെ കാവേരി ഇറങ്ങി അങ്ങ് പോവാണ് കേട്ടോ. അതെ അച്ഛാ, ഞാൻ പോയി വാക്കത്തി എടുത്തോണ്ട് വരാം അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് രാഗിണി അങ്ങോട്ടേക്ക് പോവാണ്. അതെ അച്ഛാ നിക്കടി അവിടെ എന്ന് പറഞ്ഞ് ജയബാല അവിടെ പിടിച്ചു നിർത്തുകയാണ്. അപ്പൊ വേഗം തന്നെ നമ്മുടെ കാവേരി ഇറങ്ങി പുറത്തേക്ക് എടുത്ത് വണ്ടി എടുത്ത് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ വേഗം തന്നെ അവളെ വെട്ടണോ അച്ഛ എന്ന് പറഞ്ഞാണ് രാഗിണി. ഇറച്ചി വെട്ടുന്നത് പോലെ പീസായിട്ട് വെട്ടണം, എന്നിട്ടത് പട്ടിക്കിട്ട് കൊടുക്കണം, ആ പട്ടി തിന്നുന്നത് എനിക്ക് കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഗിണി. അച്ഛൻ എന്താ ഇത്രയും ഷോ കാണിച്ചിട്ട് വടി പിഴുങ്ങിയതുപോലെ ഇവിടെ നിൽക്കുന്നത്? അവളെ എവിടെ വന്ന് എന്തെല്ലാം തോന്നിവാസങ്ങളായി ഇപ്പൊ ഇവിടെ കാണിച്ചത്. അത് പോരാഞ്ഞിട്ട് എന്നെയും അവള് കൈവച്ചിരിക്കുന്നു. അതൊക്കെ അച്ഛനെ കൊല്ലാൻ നോക്കി. അച്ഛൻ എന്തൊക്കെയാ വിളിച്ചത് അവള്? എന്നിട്ടോ അതൊന്നും കേട്ടിട്ട് മിണ്ടാൻ നിൽക്കുവാണ്. ചതിയനെന്നും ദ്രോഹിയെന്നും വഞ്ചകനെന്നും ഒക്കെ. എന്നിട്ട് എന്താ ഒന്നും മിണ്ടാതെ പാതാളത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അവളെ എന്തെങ്കിലും ചെയ്യണം, അവൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് രാഗിണി ഇങ്ങനെ ഇങ്ങനെ കലിപ്പിലിങ്ങനെ നിൽക്കാണ്. അവള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ അച്ഛൻ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. 3 ദിവസം ആ 3 ദിവസം അറിയാലോ. അവള് പറഞ്ഞ 3ാമത്തെ ദിവസമാണ് എന്റെയും അതുപോലെ തന്നെ നെവിന്റെയും കല്യാണമാ. അത് മറന്നു പോലെ. അന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായ ദേ അവളെ മാത്രല്ല അച്ഛനെ ഞാൻ വച്ചേക്കില്ല എന്നുകൂടി പറഞ്ഞിട്ട് നേരെ രാഗിണി പോയി. ഡേ എന്ന് വിളിച്ചു ജയബാലൻ. അപ്പൊ ജയബാലൻ ആകെ പേടിച്ചു പോയി. രാഗിണിയുടെയും മുഖഭാവം ആകെ മാറിയിട്ടോ. എന്നിട്ട് ഈ സ്കൂട്ടറിൽ എടുത്ത് ഇവനിങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കാണ്. അവിടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച ആ ഒരു സ്കൂട്ടർ. അപ്പോ ഒരിക്കലും ചതിക്കില്ല എന്ന് വിചാരിച്ച ആ കാവൽ നായ എന്നെ ഒറ്റിയല്ലേ? ശിവരാമ എന്ന് പറഞ്ഞു. ഇനി അടുത്ത ശിവരാമന്റെ നേർക്കാണ് ജയബാലന്റെ തുറുപ്പ് ചീട്ടുമായിട്ട് ജയബാല ചെല്ലുന്നത്. പിന്നെ കാണുന്നത് ദേണ്ട നമ്മുടെ എന്താ പറയാ ഗംഗേനെയും അതുപോലെ തന്നെ ശാരദയും അച്ഛമ്മയും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി എങ്ങനെ പൈസ ഉണ്ടാക്കും നിളമോളുടെ ഓപ്പറേഷന് വേണ്ടി എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഇനി നിളമോളുടെ കാതിലാണെങ്കിൽ ഒരു പൊട്ട് കമ്മൽ കൂടി ഉണ്ട്. അതെന്തായാലും വാങ്ങണ്ട എന്ന് പറഞ്ഞു ഗംഗ. അത് ഒരുപാട് ആഗ്രഹിച്ചവൾ വാങ്ങിയതല്ലേ, ഇനി അതുകൂടി ഊരിയാ സങ്കടാകും അവൾക്ക്. അപ്പൊ അച്ഛമ്മ കൈ കിടന്ന് വളയൊക്കെ ഇങ്ങനെ ഊരാണ് കേട്ടോ. അമ്മ എന്തിനാ ഇതൊക്കെ ഊരുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതെ, ശരിക്കും പറഞ്ഞാല് ഇവിടെ കെട്ടുപ്രായമായ പെൺപിള്ളേര് വരെ കഴുത്തേലും കയ്യേലും കിടന്നത് ഒക്കെ ഊരി തന്നപ്പോ ഈ പ്രായമായി എനിക്ക് എന്തിനാണ് ഈ സ്വർണം എന്ന് ചോദിച്ചാണ് ഊരി കൊടുക്കുന്നത്. ഒന്നും ആവാൻ പോകുന്നില്ല. 10 ലക്ഷം എന്നല്ലേ ഹോസ്പിറ്റലുകാർ പറഞ്ഞിരിക്കുന്നത്. സാരമില്ല, എല്ലാവരുടെയും കൂടി കൂട്ടിയാൽ പോലും അതിന്റെ അടുത്ത് എത്താൻ പോലും പോകുന്നില്ല. ഒരു ഗൾഫുകാരന്റെ വീടാന്ന് ഓർക്കണം. വർഷങ്ങളായിട്ട് ആ മനുഷ്യൻ സ്വന്തം ഭാര്യയും മക്കളെയും പോലും കാണാൻ വരാതെ മരുഭൂമിയിൽ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയതാ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഉറുമ്പരിമണി കൂട്ടിവെക്കുന്നത് പോലെ ഓരോന്നും കൂട്ടിവെച്ചു. പക്ഷേ എന്ത് കാര്യം? അയാളുടെ 4 പെൺമക്കളടക്കമുള്ള കുടുംബത്തിന് എന്തിന് സമ്പാദ്യമായിട്ടുള്ള ഒരു സ്വർണം ഇതായിരിക്കുന്നു. ആകെ 4 ഗ്രാം പോലും ഇല്ല. അത് അരവിന്ദന്റെ കുഴപ്പം കൊണ്ടല്ലോ. കുഴപ്പം ആരുടേതാണെങ്കിലും ഇതല്ലേ കാലം. കുഴപ്പം ആരുടേതെന്ന് പറഞ്ഞ് നീ ഒഴിയാൻ നിൽക്കണ്ട. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് വേണോടി ഒരു പിടിപ്പ്. ഞാൻ എന്ത് പിടിപ്പുകൾ കാണിച്ചു എന്നാ? അത് പിന്നെ അരവിന്ദന്റെ എന്ന് പറഞ്ഞു. 2 പേരും ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾ 2 ആളോട് എന്താ വഴക്കുണ്ടാക്കാൻ കാരണം കണ്ടെത്താനിരിക്കുക? സമയം സന്ദർഭം അത്രയും കൂടുതലുണ്ടെങ്കിൽ ആ അസുഖം പിടിച്ചിരിക്കുന്ന കുഞ്ഞിന്റെ അടുത്ത് എന്ന് 2 സാന്ത്വന വാക്ക് പറ. അത്രയെങ്കിലും പുണ്യം കിട്ടും. ആ പാവത്തിന് ഒരു ആശ്വാസമെങ്കിലും തോന്നട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗ. അല്ല മോളെ, സത്യത്തില് ഞങ്ങള് തമ്മിൽ വഴക്കടിച്ചതൊന്നും അല്ല ഗംഗേ. സത്യത്തില് കണ്ട കാലം മുതല് ഞങ്ങള് ഇങ്ങനെ മിണ്ടുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാ. അതിന്റെ പേരില് എന്തെങ്കിലും ഉള്ളിലുള്ളത് അങ്ങനെ തന്നെ വെട്ടിത്തുറന്നങ്ങ് പറയും. മനസ്സിലൊന്നും വെച്ചേക്കാൻ ഞങ്ങൾക്ക് അറിയില്ലാത്തത് കൊണ്ടാ എന്ന് പറഞ്ഞു. പിന്നെ ദേ നീ ഇപ്പൊ ഒച്ചയും ബഹളമൊക്കെ എടുത്തെങ്കിലേ ഞങ്ങള് പഴയ ആൾക്കാരും ജീവിച്ചിരിപ്പുണ്ടായി എന്നുള്ളൊരു തോന്നലെങ്കിലും ഉണ്ടാവുള്ളൂ. അല്ലാത്ത സമയം മുഴുവൻ ചുറ്റും മൗനമല്ലേ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. അതെ അമ്മേ, ബാങ്കില് പണയത്തിലിരിക്കുന്ന എന്റെ സ്വർണം ഒന്ന് എടുത്താലോ എന്ന് ചോദിക്കണം. അത് പണയത്തിലെടുക്കാൻ പണം വേണ്ടേ? അല്ല, അങ്ങനെ സഹായിക്കുന്ന കുറച്ച് പേരുണ്ടെന്നാ കേട്ടത്. അവരെടുത്തിട്ട് ഇപ്പോഴത്തെ വിലയ്ക്ക് വിറ്റ് തരും എന്നാ പറഞ്ഞത്. അത് പിന്നെ അവർക്ക് കമ്മീഷനൊക്കെ വേണ്ടേ? പിന്നെ അത് വേണ്ടാതിരിക്കുവോ?
നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് ആറ്റിക്കളയുന്നതിന് തുല്യമാകും, അതല്ലേ? എന്നാലും സ്വർണത്തിന്റെ ഇപ്പോഴത്തെ വില വെച്ച് കുറച്ച് കിട്ടാതിരിക്കില്ലമ്മ എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും വേണ്ട നമ്മുടെ കാവേരി വന്നു. കാവേരി വന്നു ഇവിടെ ബാഗൊക്കെ വലിച്ചെറിഞ്ഞ് ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്താടി നിനക്കെന്താ ഉച്ചക്കിറക്കോ? ഉച്ചക്കിറക്കല്ല, എനിക്ക് നട്ടപ്പരാന്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പൊ സ്വർണ്ണമൊക്കെ ഊരി അവിടെ വെച്ചിരിക്കുന്നത് കണ്ടു. ഇതെന്താ ഈ സ്വർണ്ണമൊക്കെ എന്തിനാ ഇവിടെ ഊരി വെച്ചിരിക്കുന്നത്? അത് പിന്നെ അതുകൊണ്ട് വിൽക്കാൻ വേണ്ടിയിട്ടാടി എന്ന് പറഞ്ഞു ഗംഗ. എന്നാ കേട്ടോ, ഈ വീട്ടിൽ നിന്ന് 1 ഗ്രാം സ്വർണം പോലും നമ്മൾ ആരും പണയം വെക്കാനോ വിൽക്കാനോ പോകുന്നില്ല, മനസ്സിലായില്ലേ എന്ന് ചോദിക്കണം. അതെന്താ നീ എന്താ പിന്നെ എന്താ നിളമോളുടെ ഓപ്പറേഷൻ നടത്തണ്ടേ? നീ എന്താ പറയുന്നത്? നിളയുടെ ഓപ്പറേഷൻ നടത്താനുള്ള പണം ഇവിടെ വരും. എവിടുന്ന് വരാൻ? ജയബാലൻ നമുക്ക് തരും. ഓഹോ, നീ ചെന്ന് അയാളുടെ കാല് പിടിച്ചിപ്പോ ചോദിച്ചോ എന്നിങ്ങനെ ചോദിച്ചു. ജയബാലനോ? ഇനി അയാളുടെ അടുത്ത് ഇറക്കാൻ പോയോ? ഞാൻ എന്തിനാ ഇറക്കാൻ പോകുന്നത്? എൻ്റെ അച്ഛൻ്റെ പണമല്ലേ അയാളുടെ കയ്യിരിക്കുന്നത്. കൂട്ടുകാരനെ വിശ്വസിച്ച് അച്ഛൻ ചെയ്ത ഒരു മഹാ അപരാധം മുഴുവൻ അയാൾ കൈക്കലാക്കിയിട്ട് നമ്മളെ ഈ അവസ്ഥയിലാക്കി അയാളോട് ഞാൻ ക്ഷമിക്കാനോ? ബെസ്റ്റ്. അയാളുടെ കയ്യിലിരിക്കുന്ന പണം ഇനിയിപ്പോ നിനക്ക് അയാൾ തരുമെന്നോ എന്നിങ്ങനെ ചോദിച്ചോ. തരാം അമ്മേ, തന്നിരിക്കും. 3 ദിവസത്തിനുള്ളിൽ അയാളെ കൊണ്ടുവന്ന് നമ്മുടെ പണം കാൽ ചുവട്ടിൽ കൊണ്ടുവന്ന് വെപ്പിച്ചിരിക്കും, ഒരു സംശയം വേണ്ട എന്ന് പറഞ്ഞ് കാവേരി. അമ്മ വേണമെങ്കിൽ എഴുതി വെച്ചോ എന്ന് പറഞ്ഞ കാവേരി. മര്യാദയ്ക്ക് ആ സ്വർണ്ണം എടുത്തു വെക്കുക എന്ന് പറഞ്ഞിട്ടാണ് കാവേരി കയറി പോണത്. പിന്നെ കാണുന്ന വിനീതിനെയാണ്. അപ്പൊ വിനീതും ബേബിച്ചേട്ടനും നമ്മുടെ സലീമിക്കയുണ്ട് കേട്ടോ. അപ്പൊ ഇവര് 3 പേരോട് ഈ പണം എങ്ങനെ ഉണ്ടാക്കും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ശേ, 5000-ഓ 10,000-ഓ മറ്റോ ആണെങ്കിൽ ബ്ലേഡിനെങ്കിലും എടുക്കാമായിരുന്നു. ഇതിപ്പോ 10 ലക്ഷം എന്നൊക്കെ പറയുമ്പോ ആരും തരൂല എന്ന് ബേബിച്ചേട്ടൻ. അതെന്താ ബേബിച്ചേട്ടാ, നമ്മൾ പണം വാങ്ങിയ തിരിച്ചു വാങ്ങിക്കൊടുക്കൂലേ? ഏടാ, അക്കാര്യത്തില് പണം തരുന്നവർക്ക് ഒരു ഉറപ്പൊക്കെ വേണ്ടേടാ. ആ സമയത്ത് തരാതെ പിന്നെ അങ്ങനെയാടാ. നമ്മൾ ഈ കടയും കൂടി തൂക്കി വിറ്റാൽ പോലും 10 ലക്ഷം കിട്ടുമോ? ഇല്ലല്ലോ. പിന്നെന്താ ബേബിച്ചേട്ടാ ഒരു വഴി? ഈ തയ്യൽ ജോലി വെച്ച് ഒരു വഴിയുണ്ട്. പക്ഷെ 10 ലക്ഷമോ 20 ലക്ഷമോ ഒന്നും കിട്ടില്ല. 10-25,000 രൂപ കിട്ടും. എന്താ അത് ജോലി ചെയ്ത് വീട്ടിയാൽ മതി കടം. പിന്നെ ബാക്കിയുള്ളതിന്റെ കാര്യം ഒന്ന് അന്വേഷിച്ചാൽ മതിയല്ലോ. ബേബിച്ചേട്ടൻ കാര്യം പറ. അല്ലടാ, പള്ളിയുടെ വക സ്കൂളിലെ അവിടുത്തെ യൂണിഫോം തയ്യൽ മാത്രം നമുക്ക് കിട്ടിയാൽ മതി നമ്മൾ രക്ഷപ്പെടാനായിട്ട് എന്ന് പറഞ്ഞു. എത്ര കുട്ടികളവിടെ? അതെ, മൊത്തം കുട്ടികളുടെയും ഡ്രസ്സ് ഒരിടത്ത് കൊടുത്താ അവർ തയ്പ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ തയ്ച്ചുകൊണ്ടിരുന്ന ആള് എന്തോ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് അവര് പുതിയൊരാളെ അന്വേഷിക്കുകയാണെന്ന് ചെയ്തത്. അതുകൊണ്ട് എടാ, നമ്മുടെ വരി പൗലോസ് അച്ഛനാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അച്ഛൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും. ഇക്കാര്യം എന്താ ബേബിച്ചേട്ടൻ നേരത്തെ പറയാഞ്ഞത്? അതിന് നിനക്കിവിടെ നിന്ന് തരാൻ പറ്റാത്ത തിരക്കല്ലേ, പിന്നെ എങ്ങനെ പറയാനാ എന്നിങ്ങനെ ചോദിക്കാണ്. ശരിയാ ബേബിച്ചേട്ടൻ പറഞ്ഞത്. ഇത്രയും കാലം ഞാനും അങ്ങനെ തന്നെയാ വിചാരിച്ചിരുന്നത്. എങ്ങനെയെങ്കിലും വലിയ പണക്കാരനാവണമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ അങ്ങനെ പോണം എന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. ഇപ്പോഴാ മനസ്സിലാവുന്നത് പണത്തിന്റെ ഒരു വിലയൊക്കെ ഒന്ന് മനസ്സിലായി തുടങ്ങുന്നത്. അത് മനസ്സിലാക്കി വന്നപ്പോ പണമൊട്ട് കയ്യിലും ഇല്ലാതായി പോയി. എന്ത് ചെയ്യാനാന്ന് പറ. ഞങ്ങളുടെ നീളക്കുട്ടിയുടെ ജീവന് വേണ്ടിയിട്ടല്ലേ രാപ്പകലില്ലാതെ ജീവിതം അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ഞാൻ റെഡിയാ എന്ന് പറഞ്ഞു. ശരി, എന്നാലേ നമുക്ക് അതിനൊരു വഴി ഉണ്ടാക്കാടാ. ഒക്കെ ശരിയാകൂടാ വിനീതേ, നീ വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ എന്ന് പറഞ്ഞ് നമുക്ക് പൗലോസ് അച്ഛനെ നേരിട്ട് കണ്ടെന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു. എന്ന് ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബേബിച്ചേട്ടൻ അങ്ങ് ഇറങ്ങിയപ്പോഴേക്കും നെവിൻ അങ്ങോട്ടേക്ക് വന്നു. ബേബിച്ചേട്ടൻ നെവിനെ എന്നിങ്ങനെ വിളിച്ചോട്ടോ. എന്താ വിശേഷങ്ങള്? ഈ ഇടയായിട്ട് ഇവിടെ എങ്ങും കാണാറില്ലല്ലോ. വിനീതില്ലേ ബേബിച്ചേട്ടാ? ഉണ്ട്, പക്ഷേ ഇത്തിരി വിഷമത്തിലാ. എന്താ ബേബിച്ചേട്ടാ കാര്യം എന്നിങ്ങനെ ചോദിച്ചു. അത് പിന്നെ നടന്ന കാര്യങ്ങളും നിളമോളുടെ കാര്യമൊക്കെ ഇങ്ങനെ പറയാണ്. അല്ല, ശരിക്കും ഈ ഫോണിലൊക്കെ ഒരു 5 ലക്ഷം 10 ലക്ഷം ലോൺ തരാമെന്ന് പറഞ്ഞ് വരാറുണ്ടല്ലോ, അതൊക്കെ ശരിയായിരിക്കുമോ? എൻ്റെ പൊന്നും വിനീതെ, നീ ചുമ്മാ ആവശ്യമില്ലാത്തത് കൊണ്ട് തലവെച്ച് കളയല്ലേ. നീ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ദിവസവും പോലീസുകാർ പറയുന്നതാ ഇങ്ങനത്തെ ഇതിലൊന്നും കെണി ചെന്ന് ചാടരുതെന്ന്. അപ്പോഴാ അവൻ്റെ ഒരു കാര്യം. അപ്പോഴേക്കും തേണ്ട നെവിൻ അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ. കയറി വന്നവിടെ നെവിനോ, കയറി വാ നെവിനെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ വിനീത എഴുതിട്ട് നിനക്കെന്താ ഇവിടെ കാര്യം? എടാ വിനീത, ഞാൻ പറയുന്നൊന്ന് ഇറങ്ങടാ പുറത്ത്. നിന്നോട് എത്ര തവണ പറയണം ഇവിടെ കയറി വരാൻ പാടില്ലെന്ന്? വിനീതേ എന്ന് വിളിച്ചു. എടാ നമ്മുടെ നെവിനല്ലേടാ, ഇതിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞു. എടാ പ്ലീസ് എടാ, നമ്മുടെ തമ്മിലുള്ള പ്രശ്നം എന്തോ ആവിക്കോട്ടെ. എടാ നിളയുടെ കാര്യം അറിയാൻ വേണ്ടിയാ വന്നത്. എടാ 10 ലക്ഷം രൂപയില്ലേടാ വേണ്ടത്? അത് ഞാൻ ആ കാശ് തരാടാ. നമ്മുടെ നിളമോക്ക് വേണ്ടിയിട്ടല്ലേടാ, ഞാൻ തരാടാ. എനിക്ക് ആ പൈസ തിരിച്ചു തരണമെന്നില്ല.
ഇനി അഥവാ ഇനി നിനക്ക് എന്തെങ്കിലും അഭിമാന പ്രശ്നം ഉണ്ടെങ്കിൽ നീ അത് കടമായി വാങ്ങിയാൽ മതി, പിന്നീട് നീ എനിക്ക് തിരിച്ചു തന്നാലും മതി. എന്താടാ എന്നിങ്ങനെ വെച്ചു. 10 ലക്ഷം രൂപ നീ തരുമെന്ന് അല്ലേടാ? അതെ അളിയ എന്ന് പറഞ്ഞു. ഡാ എന്ന് പറഞ്ഞ് വിനീതിനെ വിലക്കെടുക്കാൻ നോക്കുവാണോടാ നീ എന്ന് പറഞ്ഞു അവന്റെ ഇത് പിടിച്ചു. വിനീതെ കൈ എടുക്ക മാറ എന്ന് പറഞ്ഞ് സലീമിക്ക കയറി പിടിച്ചു കേട്ടോ. ദേ ഇക്കയോട് ഞാൻ പറഞ്ഞതാ ഇടപെടണ്ട എന്ന്, എങ്കിലും സലീമിക്ക കയറി ഇടപെടുകയാണ് കേട്ടോ. എടാ നിനക്കുള്ള സ്വത്ത് മുഴുവൻ നീ കൂമ്പാരം കൂട്ടിയിട്ടാലും ദേ വിനീതിനെ വിലക്കെടുക്കാനായിട്ട് തൽക്കാലം കഴിയില്ലടാ. പിന്നെ നിളമോളുടെ കാര്യം അതിന് വേണ്ടി വന്നാലേ ഞാൻ എൻ്റെ ഓരോ അവയവവും അറുത്തറുത്ത് ചിലപ്പോൾ വിറ്റുന്നിരിക്കും. എങ്കിൽ പോലും നീ കേട്ടോ, നിന്റെ മുന്നിൽ ഞാൻ കൈ നീട്ടില്ലടാ. വിനീത് ഇറങ്ങിപ്പോടാ നായേ എന്ന് പറഞ്ഞു വിനീത്. നെവിനെ നീ ഇപ്പൊ പോ, നമുക്ക് പിന്നീട് സംസാരിക്കാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അവസാനം നെവിൻ വേറെ സങ്കടപ്പെട്ട അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി അങ്ങ് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നീ കുറച്ചു മുന്നേ പറഞ്ഞില്ലേ നമ്മുടെ നിളമോൾ എന്ന് പറഞ്ഞൊരു പ്രയോഗമില്ലേ, അത് വേണ്ട, അവള് ഞങ്ങളുടെയാ, ഞങ്ങളുടെ മാത്രം നിളമോളാ, മനസ്സിലായോ? അതിനിടയിൽ നീ ഇല്ല, മനസ്സിലാക്കിക്കോ എന്നുകൂടി പറഞ്ഞു. അപ്പം നെവിൻ ചങ്കു പൊട്ടിയതുപോലെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പിന്നെ കാണുന്നത് നമ്മുടെ കാവേരിയും ഗംഗയും യമുനയും എല്ലാവരും ഉണ്ട്. നിളമോളെ സന്തോഷിപ്പിക്കാനായിട്ട് ഓരോ കഥയൊക്കെ പറഞ്ഞ് ചിരിപ്പിച്ച് കളിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഉറുമ്പിൻ്റെയും ആനയുടെ ഒക്കെ കഥ പറഞ്ഞാണ് ഇവർ ചിരിപ്പിക്കുന്നത് ഓരോന്ന് പറഞ്ഞ്. എന്നിട്ട് കാവേരിനെയും താങ്ങുന്നുണ്ട് കേട്ടോ. അല്ല ഉറുമ്പിൻ്റെ ചെവിയിൽ ആന പോയ കഥ, അയ്യോ എൻ്റെ പൊന്നെ എന്താ എന്ന് പറഞ്ഞ് ഇവരെല്ലാം കളിയാക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യാണ്. അപ്പോൾ ഇവർ പരസ്പരം ഇങ്ങനെ എന്താ പറയുക, നിളമോളെ സന്തോഷിപ്പിക്കാനുള്ള വെറുതെ കോപ്രാന്തങ്ങൾ മാത്രം ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ശാരദ വന്ന് നോക്കുമ്പോൾ നിളമോള് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ചിരിക്കുകയാണ്. ഇവരിങ്ങനെ ചുറ്റിനും ഇരുന്ന് ഇങ്ങനെ ഓരോ കോമഡിയൊക്കെ പറഞ്ഞ് അവളെ ചിരിപ്പിക്കുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ശാരദയ്ക്ക് വേറെ വല്ലാതെ സങ്കടമായി, ആള് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗൈൻ.